പത്മേ, പത്മത്തിൽ ഇരിക്കുന്ന മമാദിസർഗേ ജ്ഞാനം പരം. ഏതൊരു പരമമായ ജ്ഞാനമാണോ, എൻ്റെ മഹിമയെക്കുറിച്ചുള്ള ജ്ഞാനമാണോ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്, യത് സൂരയോ ഭാഗവതം വദന്തി, അതിനെയാണ് വിവേകികൾ എന്ത് വിളിക്കുന്നത്, ഭാഗവതം. അപ്പൊ ഭഗവാൻ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുത്തത് ആ ചതുശ്ലോകി ഭാഗവതത്തിൻ്റെ തന്നെ തത്വങ്ങളാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പൊ വാസ്തവത്തിൽ നമ്മൾ നോക്കുമ്പോണ്ടല്ലോ, ഭാഗവതം എന്ന് പറയുന്നത് ഒരു കഥയല്ല. ആണോ? കഥകളല്ല ഭാഗവതം. അങ്ങനെ നമ്മൾ കുട്ടിക്കാലത്ത് ധരിച്ചു പോയതാണ്. കൃഷ്ണകഥകളും അതുപോലെ അവതാരമൂർത്തികളുടെ കഥകളൊക്കെയാണ് ഭാഗവതം എന്ന്. ഭാഗവതം എന്ന് പറഞ്ഞ കഥയല്ല. പിന്നെ എന്തിനാ കഥ പറഞ്ഞിരിക്കുന്നത്? ഭാഗവതത്തിൽ, ചതുശ്ലോകി ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന ആ തത്വങ്ങളെ നമുക്ക് എളുപ്പം മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ് എന്ത്, കഥകൾ. എന്തു പറ്റിയെന്നറിയോ, നമ്മുടെ ഭാരതത്തിൽ പല ആചാര്യന്മാരും അത് കൈകാര്യം ചെയ്തപ്പോൾ അവരതിൻ്റെ ആ ഒരു താത്വികമായ വശം മനസ്സിലാക്കി കൊടുത്തില്ലേ ആളുകൾക്ക്. അതുകൊണ്ടാണ് ഈ കൺഫ്യൂഷനൊക്കെ വരുന്നത്. ഒരു കഥ വേറൊരു കഥയ്ക്ക് കോൺട്രഡിക്ഷനാണ്. പലതും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. നിങ്ങൾ വൃന്ദാവനത്തിൽ ചെന്ന് കഴിഞ്ഞാണ്ടല്ലോ, നിങ്ങൾക്ക് ഗോവർദ്ധനഗിരി എന്നുള്ള കോൺസെപ്റ്റ് തന്നെ മാറും. ഞാൻ പണ്ട് ആദ്യമായിട്ട് വൃന്ദാവനത്തിൽ പോകുമ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു കുത്തനെ നിൽക്കുന്നൊരു മല എന്നുള്ളത്. അവിടെ നോക്കുമ്പോൾ കുത്തനെ ഒരു മലയില്ല. അവിടെ അന്വേഷിച്ച് നോക്കുമ്പോൾ പറയുന്നത് 26 കിലോമീറ്റർ വീതി കിടക്കുന്ന ഒരു സാധനമാണ് അത്രയത്. അതെങ്ങനെയാണ് ഒരു മലയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുക? അപ്പം നമ്മളതൊക്കെ മനസ്സിലാക്കി അങ്ങനെ വിചാരിക്കേ പറ്റുള്ളൂ. ഇപ്പോൾ അതുപോലെ നിങ്ങൾ യമുനാ നദി കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആശ്ചര്യം വരും. നമുക്ക് തന്നെ മുക്കാൽ ഭാഗേ വെള്ളമുള്ളൂ. ഇതിൽ 1000 പണമുള്ള കാളിയൻ, അതെങ്ങനെയാണ് കാളിയൻ അവിടെ ഉണ്ടാവുക? ഇനി വീണ്ടും ഒരു ചോദ്യം. ഞാൻ ഈ ഭാഗവതമൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ കുരുത്തക്കേടൊക്കെ തോന്നാറുണ്ട്. ഈ കാളിയൻ്റെ വിഷം കാളിന്തിയിലുള്ളപ്പോഴാണ്, അതൊരു വശത്ത് നടക്കുമ്പോഴാണ് അപ്പുറത്ത് കാളിന്തിയിൽ ഇവർ കുളിക്കുന്നതും പാട്ട് പാടുന്നതും വെള്ളം കുടിക്കുന്നതും ഒക്കെ. അപ്പോൾ ഒരു വശത്ത് കാളിന്തിയിൽ വിഷമുണ്ട്, വേറൊരു വശത്ത് കാളിന്തിയിൽ വിഷമില്ല. അപ്പോൾ ഒരു പക്ഷേ അവർ വിഷമുള്ളതിനേക്കാളും മേലെ പോയിട്ടായിരിക്കണം കുളിച്ചിട്ടുണ്ടാവുക. താഴെ വിഷമല്ലേ? അതൊക്കെ നമുക്ക് പലതും ഉൾക്കൊള്ളാൻ പറ്റില്ല. പല കഥകളും ചിലതൊക്കെ നമുക്ക് സംശയങ്ങൾ ഒരുപാട് ഉണ്ടാക്കും. ഞാൻ പറഞ്ഞില്ലേ, ഭഗവാൻ കല്യാണം കഴിക്കുന്നത് ജാമ്പവാന്റെ പുത്രിയാണെന്നുള്ളത്. ജാമ്പവാൻ എന്നുള്ളത് കുരങ്ങനാണെങ്കിൽ ജാമ്പവതി എന്നുള്ളത് കുരങ്ങത്തിയായി തീരും. അതുപോലെ ബലരാമസ്വാമി കല്യാണം കഴിക്കുന്നത് അതിലേറെ രസമാണ്. ബലരാമസ്വാമി കല്യാണം കഴിക്കുന്ന അയാളുടെ പേര് രേവത രാജാവിൻ്റെ പുത്രി രേവതിയാണ്. ഈ രേവത രാജാവ് ബ്രഹ്മാവിനെ കാണാൻ പോകത്രേ. അന്ന് ബ്രോക്കർമാരുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്ന് കാരണവരോട് ചോദിക്കുക, ബ്രഹ്മാവിനോട് ആർക്കാണ് ഈ മകളെ കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ ബ്രഹ്മാവാണെങ്കിൽ ഈ ലാവലിംഗ് കേസോ എന്തോ പ്രശ്നമായിരിക്കണം അന്നും. അതുപോലെ ആൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കാരണം ഒരുപാട് മീറ്റിങ്ങുകൾ പറഞ്ഞു. എനിക്ക് ഫ്രീ അല്ല, ഞാൻ അങ്ങ് കുറച്ച് റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മീറ്റിങ്ങും കോൺഫറൻസും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പോളിറ്റ് ബ്യൂറോ ഒക്കെ ആയിട്ട് അങ്ങനെ കൂടി. എന്തിനു പറയണോ, ഡേറ്റ് കഴിഞ്ഞു, 14 കഴിഞ്ഞു, 15 കഴിഞ്ഞു, മാസങ്ങളൊക്കെ അവിടെ താമസിച്ചു. എത്ര ദിവസം താമസിച്ചിട്ടും അദ്ദേഹം ബ്രഹ്മാവ് വിളിക്കുന്നില്ല. ഒരു ദിവസം ബ്രഹ്മാവ് വന്നിട്ട് പറയുകയാണ്, അല്ല മാഷെ, യുഗം മാറിയെന്ന്. അതായത് ഇനി തിരിച്ചു പോയിട്ട് കാര്യമില്ല, അവരൊക്കെ കളവന്മാരെ അടിച്ചുപോയി, പെണ്ണ് കെട്ടാൻ നിശ്ചയിച്ചവരൊക്കെ. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം, അടുത്ത യുഗത്തിൽ പോയിക്കോളൂ എന്ന്. അതേത് യുഗം? ത്രേതായുഗം റെഡിയാണ്, തയ്യാറായിട്ടുണ്ട്. ബലരാം എന്ന് പറഞ്ഞിട്ടൊരാൾ വരും, അയാൾക്ക് കെട്ടിച്ചു കൊടുത്താൽ മതിയെന്ന്. അങ്ങനെ ദ്വാപര യുഗത്തിലെ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കുന്നത് ആ വയസ്സെത്രയായിരിക്കും ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് പൊട്ടത്തരം പല കഥകളുണ്ടല്ലോ, എനിക്ക് തന്നെ മനസ്സിലാവാറില്ല ഇതെങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ളത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇങ്ങനെ കോൺട്രഡിക്ഷനും ഇങ്ങനെ കൺഫ്യൂഷനും ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ എന്തോ ചില തത്വങ്ങൾ പറയാനുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഈ കഥകളും നമുക്ക് മനസ്സിലാവില്ല, അതുപോലെ തന്നെ അതിൻ്റെ പിന്നിലുള്ള തത്വങ്ങളും മനസ്സിലാക്കില്ല. അതുകൊണ്ട് ഭാഗവതം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇതൊക്കെ കേട്ടവരല്ലേ, ഇനി ആരോടും പറയരുത് ഭാഗവതം കഥകളാണെന്ന്. ഭാഗവതം എന്ന് പറയുന്നത് ഭഗവാൻ ബ്രഹ്മാവിനായി ഉപദേശിച്ചു കൊടുത്ത ചതുശ്ലോകി ഭാഗവതമാണ്. അത് നമ്മൾ കണ്ടു. അഹമേവാസമേവാഗ്രേ നാന്യദ്യ സതസത്പരം പശ്ചാത്തഹം യഥേതശ്ച യോ വശിഷ്യേത സോസ്മിഹം തുടങ്ങിയിട്ടുള്ള വരികളാണത്. അതിനെയാണ് ഭഗവാൻ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുത്തത്. അതൊക്കെ കേട്ടിട്ട് ആ ഉദ്ധവരുടെ മനസ്സിൻ്റെ സങ്കടങ്ങളൊക്കെ മാറി. ഇത്യാദൃതോക്ത പരമസ്യ പുംസ പ്രദക്ഷിണാനുഗ്രഹഭാജനോഹം സ്നേഹോത്തരോമോ സ്കലിതാക്ഷരസ്ഥം മുഞ്ചൻ ശുച പ്രാഞ്ജലിരഭാപഭാഷേ. ഭഗവാൻ ഇതൊക്കെ ഉപദേശം തന്നപ്പോൾ അവിടുന്ന് ആ ഭഗവാന്റെ അനുഗ്രഹവും വാങ്ങിച്ചുകൊണ്ട് എൻ്റെ എല്ലാ ദുഃഖങ്ങളും മുഞ്ചൻ ശുച. ആ ഉപദേശം കേട്ടപ്പോൾ ഭഗവാൻ ശരീരോപേക്ഷിക്കാൻ പോവുകയാണ്, ഭഗവാൻ എന്നേക്കുമായി എനിക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ്. എന്നിട്ടും എൻ്റെ മനസ്സ് തളർന്നില്ല. കാരണം ഭഗവാൻ എനിക്ക് മനസ്സിൽ ഉറപ്പിച്ചു തന്നു, ഇനി ഞാൻ അങ്ങയുടെ കൂടെ ഏത് രൂപത്തിലുണ്ട്? അങ്ങയുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന
ആ ഉദ്ധവരെ ചൈതന്യമായി ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആ ആത്മാവായി ഞാൻ അങ്ങയുടെ കൂടെയുണ്ട്. അപ്പം എൻ്റെ കൂടെ ഇപ്പം കൃഷ്ണൻ ആത്മാവായി ഉണ്ട് എന്ന ബോധം എൻ്റെ ഉള്ളിൽ ഉറച്ചു കിട്ടിയപ്പോൾ ഞാൻ അവിടുന്ന് ദുഃഖമൊക്കെ മാറി. എന്നിട്ട് അവിടുന്ന് കോന്നീശ്വതേ പാദസരോജവാജം സുദർലഭോർത്തേഷു ചതുഷ്വീഹാം തഥാപിനാഹം പ്രവണോമി ഭൂമൻ ഭവൽ പദാംബോജ നിഷേവണോത്സുഖം. ഇങ്ങനെ എൻ്റെ മനസ്സിനെ ഉയർത്തിയ ഗുരുവായൂരപ്പ ഭഗവാനെ, അങ്ങല്ലാതെ ഇവിടെ ഏതൊരു സുഹൃത്തുണ്ട്? സുദുർലഭോ, ഇങ്ങനെ ഒരു സുഹൃത്തിനെ കിട്ടാൻ എനിക്ക് ഭാഗ്യം കിട്ടിയല്ലോ. ഇങ്ങനെയൊരു ഭഗവാന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയല്ലോ. അവിടുന്ന് എന്നെ എത്ര ഉയർത്തി ഭഗവാനെ. ഭവൽപദാംബോജ നിഷേവണോത്സുക, ആ പാദങ്ങളെ ഞാൻ സേവിക്കുക കാരണം ഇന്ന് ഞാൻ എല്ലാ ദുഃഖത്തിൽ നിന്നും ഉയർന്നിരിക്കുന്നു. ഇതൊക്കെ നമ്മളോട് പറയുമ്പോൾ, നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ ആ ഭഗവാനെ ഏത് വിധത്തിൽ കാണേണ്ടതാണ്? കേവലം നമ്മുടെ കാര്യങ്ങൾ പറയാനുള്ള ഒരാളായിട്ട് കാണണോ? ഒരു ഗുരുവിൻ്റെ രൂപത്തിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ ഭഗവാന് നമ്മളെ ഉയർത്താനുള്ള വഴികളൊക്കെ തോന്നിപ്പിക്കാൻ സാധിക്കില്ലേ? അതൊക്കെ നോക്കൂ. ആ ഉദ്ധവർ പണ്ട് സുഹൃത്തായി കണ്ടു, ഇപ്പോൾ ഉദ്ധവർ കാണുന്നത് ഭഗവാനെ തൻ്റെ മനസ്സിനെ ഉയർത്തിയൊരു മഹാത്മാവായി കണ്ട് പറയണം, അങ്ങനെയുള്ളൊരു ഗുരുവായൂരപ്പനെ, അങ്ങനെയുള്ളൊരു ഭഗവാനെ സേവിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയില്ലേ, ഞാൻ കൃതാർത്ഥനാണ്, ധന്യനാണ്. ഇതൊക്കെ പറഞ്ഞ് അവിടെ വെച്ച് ആ വിതുരരോട് ഇതൊക്കെ പറഞ്ഞപ്പോൾ വിതുരയുടെ കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണുനീര് പോവുകയാണ്. കാരണം ഭഗവാനെ കാണാൻ വേണ്ടിയിട്ടാണ് പുറപ്പെട്ടിരിക്കുന്നത്. ആ ഭഗവാൻ ജീവിച്ചിരിപ്പില്ല. ആ കുലം മുഴുവൻ നശിച്ചു. ആരെക്കുറിച്ചൊക്കെ ചോദിച്ചു, അവരൊന്നും ഇല്ല. ആ രാജ്യം തന്നെ മണ്ണ് തന്നെ പോയിരിക്കുന്നു, കടലിൻ്റെ അടിയിലേക്ക് പോയിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ജ്ഞാനം പരം സ്വാത്മരഹ പ്രകാശം പ്രോവാചകസ്മൈ ഭഗവാൻ സമഗ്രം അഭിക്ഷമം നോ ഗ്രഹണായ ഭർത്തേ പതഞ്ജസായൽ വൃജിനം തരേമ. ഉദ്ധവരെ, അങ്ങയുടെ മനസ്സിൻ്റെ ആദിയെ, അങ്ങയുടെ മനസ്സിൻ്റെ ദുഃഖങ്ങളെ, വിഷമങ്ങളെ, അങ്ങയുടെ മനസ്സിൻ്റെ എല്ലാ വേദനകളെയും മാറ്റാൻ ആ ഭഗവാന്റെ ഉപദേശം കൊണ്ട് അങ്ങേക്ക് സാധിച്ചു. എൻ്റെ മനസ്സിൻ്റെ ദുഃഖങ്ങളും മാറ്റാൻ, എൻ്റെ മനസ്സിനെ ഉയർത്താൻ അങ്ങേക്ക് തന്നിരിക്കുന്ന ആ ഉപദേശം എനിക്കൊന്ന് തന്നുകൂടെ? വ്രജേമാം, തന്നാലും സന്നോ മനോ അതഞ്ചസായൽ വൃജിനം തരേമ. എൻ്റെ മനസ്സിൻ്റെ ദുഃഖങ്ങളെയും മാറ്റിയെടുക്കാൻ എനിക്കതൊന്ന് ആ ജ്ഞാനം പരം സ്വാത്മരക പ്രകാശം, ആ പരമമായ ജ്ഞാനത്തെ എനിക്ക് ഉപദേശിച്ചു തന്ന് എൻ്റെ മനസ്സിനെ ഒന്ന് ഉയർത്തൂ ഉദ്ധവരെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ വെച്ച് ഉദ്ധവർ പറയാണ് വിതുരരോട്, വിതുരരെ ഇതി ആവേദിതഹാർദായ മഹ്യം സ ഭഗവൻ പര ആദിദേശാരവിന്ദാക്ഷ ആത്മന പരമാം സ്ഥിതിം സയേവമാരാധിത പാദതീർത്ഥാദീത തത്വാത്മവിബോധമാർഗം പ്രണമ്യപാദോ വിരഹത്യദേവ മിഹാഗതോകം വിരഹാതുരാത്മാ. ഭഗവാനിൽ നിന്ന് കിട്ടിയ പരമമായ അറിവ് എനിക്ക്, ഭഗവാനിൽ നിന്ന് കിട്ടിയ പരമമായ അറിവ് എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഞാൻ ആ ആത്മനപരാം സ്ഥിതിയും, എൻ്റെ മനസ്സിനെ ഭഗവാനായിരിക്കുന്ന ആത്മാവിൽ ഉറപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ പോവുകയാണ് ബദ്രീനാഥിലേക്ക്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അങ്ങയെ കാണാൻ സാധിച്ചത്. അതുകൊണ്ട് എനിക്ക് വിതുരർ പറയാണ്, അങ്ങയ്ക്ക് കിട്ടിയിരിക്കുന്ന ആ പരമമായ ജ്ഞാനം, ജ്ഞാനം പരം സ്വാത്മരഹ പ്രകാശം യഥാഹ യോഗേശ്വരൈശ്വരസ്തേ വക്തും ഭവാനോർക്കതി യദ്ധി വിഷ്ണോ ഭൃത്യാസ്വഭൃത്യാർത്ഥ കൃതശ്ചരന്ധി. വക്തും ഭവൻ, അവിടുന്ന് ഭഗവാൻ അങ്ങയ്ക്ക് തന്നിരിക്കുന്ന പരമമായ ജ്ഞാനം എനിക്കും ഒന്ന് പറഞ്ഞു തന്ന് എൻ്റെ മനസ്സിനെയും ഒന്ന് അനുഗ്രഹിക്കൂ. ഭൃത്യാസ്വഭൃത്യാർത്ഥ, ഒരു ഭക്തൻ എപ്പോഴും മറ്റൊരു ഭക്തനെ ഉയർത്തേണ്ടവരായി തീരണ്ടേ, അതുകൊണ്ട് എന്നെ അനുഗ്രഹിക്കൂ എന്ന് ഉദ്ധവരോട് വിതുരർ പറഞ്ഞപ്പോൾ ആ സമയത്ത് ഉദ്ധവർ വിതുരരുടെ കൈപിടിച്ചുകൊണ്ട് പറയാണ്, ഉദ്ധവ ഉവാച നനുതേ തത്വസംരാധ്യ ഋഷിക്കൗഷാരവോന്തിമേ സാക്ഷാൽ ഭഗവതാദിഷ്ടോ മർത്യലോകം ജിഹാസത. വിതുരരെ, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഒരു കാരുണ്യം നോക്കൂ. അവിടെ ഇരുന്നു കൊണ്ട് ഭഗവാൻ എൻ്റെ മുന്നിൽ വെച്ച് മൈത്രേയ മഹർഷിയോട് പറഞ്ഞത് എന്താണെന്നറിയോ? മൈത്രേയ മഹർഷേ, അങ്ങയുടെ അടുത്തേക്ക് വിതുരൻ വരും, ആ വിതുരർക്ക് ഈ ജ്ഞാനമൊക്കെ പറഞ്ഞു കൊടുക്കണമെന്ന്. അപ്പോൾ ഭഗവാൻ ശരീരം ഉപേക്ഷിക്കുന്നതിന് മുമ്പ് ആരെ ഓർത്തിട്ടുണ്ട്? വിതുരരെ ഓർത്തിട്ടുണ്ട്. നോക്കൂ, അദ്ദേഹം അന്ന് കൊട്ടാരം ഉപേക്ഷിക്കുന്ന സമയത്ത് ഭഗവാന്റെ കാരുണ്യം ഇപ്പോഴാണ് അദ്ദേഹത്തിന് ബോധ്യമായത്. ഭഗവാൻ എന്നെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്നും ദുര്യോധനെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറയിപ്പിച്ചിരിക്കുന്നത്. ഉദ്ധവരെ,
വിദുരരെ ഉയർത്താൻ ആ മൈത്രേയ മഹർഷിയെ ഏർപ്പാടാക്കി വെച്ചു എന്ന് കേട്ടപ്പോൾ ഇതി സഹ വിദുരേണ വിശ്വമൂർത്തേ ഗുണകഥയാ സുതയാ പ്ലാവിതോരുതാപ ക്ഷണമിവ പുളിനേയമസ്വസൂതാം സമുഷിത ഔഭഗഭിന്നിശം തതോകൽ. ആ രാത്രി അവിടെ നിന്ന് ഉദ്ധവർ പോയപ്പോൾ വിദുരർ അന്ന് രാത്രി അവിടെ താമസിച്ചു. പിന്നെ ഇങ്ങനെ ഓർത്തു ആ ഉദ്ധവർ പറഞ്ഞതെല്ലാം. ഏവം ത്രിലോകഗുരുണാം സന്ദിഷ്ട ശബ്ദയോനിനാം ബദര്യാശ്രമമാസാദ്യാം ഹരിമീരേ സമാധിനാം വിദുരോപി ഉദ്ധവാൽ ശ്രുത്വാം കൃഷ്ണസ്യ പരമാത്മനാം ക്രീഡയോപാത്തദേഹസ്യാം കർമാണി ശ്ലാഘിതാനി ച ദേഹന്യാസം ച തസ്യൈവം ധീരാണം ധൈര്യവർദ്ധനം അന്യേഷാം ദുഷ്കരതരം പശൂനാം വിക്ലവാത്മനാം ആത്മാനം ച കുരുശ്രേഷ്ഠം കൃഷ്ണേന മനസേക്ഷിതം ധ്യായൻ ഖദേ ഭാഗവതേ രുരോധ പ്രേമവിക്വല ധ്യായൻ ഖദേ ഭാഗവതേ രുരോധ പ്രേമവിക്വല. ആ രാത്രിയിൽ ഉദ്ധവർ പറഞ്ഞതൊക്കെ ഓർത്തു. ഭഗവാന്റെ ആ കാരുണ്യവും ഭഗവാന്റെ ലീലകളൊക്കെ ഓർത്തു. പറയണം, ഭഗവാനെ, അവിടുത്തെ ഈ ദേഹം ന്യാസം, ശരീരം അങ്ങ് ഉപേക്ഷിച്ചു. അതെല്ലാം ധീരാണം ധൈര്യവർദ്ധനം, വാസ്തവത്തിൽ ഞങ്ങളെ തളർത്താനല്ല, ഞങ്ങളെ വീണ്ടും ധൈര്യം തന്നു ഉയർത്താൻ വേണ്ടിയിട്ടാണ്. അതിനാണല്ലോ എന്നെ മൈത്രേയ മഹർഷിയുടെ അടുത്തേക്ക് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് ഈ ഉദ്ധവനെ എന്നെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടിച്ചില്ലേ. ഭഗവാൻ ഇങ്ങനെയാണ്. നമ്മളെയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ പലപ്പോഴും മനസ്സിലാവുന്നില്ലേ ഭഗവാന്റെ കാരുണ്യം. ഭഗവാന്റെ കാരുണ്യം എന്ന് പറയുന്നത് ഭഗവാൻ ശംഖചക്രകഥാരൂപത്തിൽ വരാൻ പോകുന്നില്ല. ഭഗവാൻ വരുന്നതൊക്കെ നമുക്കൊരു വഴികാട്ടിയായിട്ട് ഏതെങ്കിലും വ്യക്തിയിലൂടെ നമ്മുടെ അടുത്തേക്ക് വരും. വിദുരൻ്റെ മുന്നിൽ വന്നത് ആരുടെയിലൂടെയാണ്? ഉദ്ധവരിലൂടെയാണ്. നമുക്കൊക്കെ അത് പലപ്പോഴും പലർക്കും മനസ്സിലാവുന്നില്ല ഭഗവാന്റെ കാരുണ്യം. അവരുടെ വിചാരം അമ്പലത്തിൽ പോയി വഴിപാട് നടത്തിക്കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചത് നടക്കുന്നതാണ്. അതല്ല വാസ്തവത്തിൽ. നമ്മുടെ മനസ്സിനെ നമ്മൾ ജപത്തിലൂടെയും മറ്റും ഭഗവാനിലേക്ക് തിരിക്കും തോറും ഭഗവാൻ നമ്മളെ ഉയർത്താൻ വഴികാട്ടിയിട്ട് മാറും. അതല്ലേ ഭഗവത്ഗീതയിൽ പറയുന്നത്, ആര് എന്നിലേക്ക് ദൃഢമായ ഭക്തിയിലേക്ക് വരുന്നുണ്ടോ തേഷാം ഏവാനുകമ്പാർത്ഥം, അവരോടുള്ള അനുകമ്പ കൊണ്ട് ആരെന്നിലേക്ക് മനസ്സ് തിരിക്കുന്നുണ്ടോ തേഷാമേവാനുകമ്പാർത്ഥം അഹമജ്ഞാനജം തമാ നാശയാമ്യാത്മഭാവസ്ഥ ജ്ഞാനദീപേന ഭാസ്വത. അവർക്ക് വിവേകം കൊടുത്തുകൊണ്ട്, അവർക്ക് ഞാൻ കഴിവ് കൊടുത്തുകൊണ്ട് അവരുടെ മനസ്സിലെ അജ്ഞാനമാകുന്ന അവിവേകത്തെ നീക്കാൻ ഞാൻ അവർക്ക് വഴികാട്ടിയിട്ട് ആരെങ്കിലും അവരുടെ മുന്നിലെത്തിക്കും. ഇത് മനസ്സിലാവാൻ ലേശൊരു വിവേകമൊക്കെ വേണം. ഒരിക്കലൊരു ഗ്രാമത്തിൽ ഭയങ്കര വെള്ളപ്പൊക്കം ഉണ്ടായി, ഭയങ്കര വെള്ളപ്പൊക്കം. അപ്പോൾ അവിടെ ഒരു ഭക്തൻ ഉണ്ടായിരുന്നു. വലിയ ഭക്തനാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വിചാരം. എപ്പോഴും ഹരഹര മഹാദേവ ഹരഹര മഹാദേവ, ശിവഭക്തനാണ്. അപ്പോൾ ഇയാളുടെ ഒരു വിശ്വാസം എന്താ വെച്ചാൽ, എന്നെ രക്ഷിക്കാൻ ആര് വരും? ശിവൻ വരും എന്നുള്ളൊരു വിചാരം. അങ്ങനെ മഴ അങ്ങനെ വന്ന് കൂടി 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 ഭയങ്കര വെള്ളപ്പൊക്കം. അപ്പോൾ ആളുകളൊക്കെ പറഞ്ഞു, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ അപകടമാട്ടോ, എങ്ങനെയെങ്കിലും മറ്റ് ഗ്രാമങ്ങളിലേക്ക് ഉയർന്ന പ്രദേശത്തിലേക്ക് പോകണമെന്ന്. അപ്പോൾ ചിലരൊക്കെ തോണി കൊണ്ടുവന്നു, ഭാര്യയെ മക്കളെ സാധനങ്ങളെയൊക്കെ കൊണ്ടുപോയി. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ മക്കളോട് പറഞ്ഞു, അച്ഛനെ ശിവൻ രക്ഷിക്കും, നമ്മളെ തോണിക്കാർ വന്ന് രക്ഷിക്കട്ടെ എന്ന്. ഭാര്യയ്ക്ക് വളരെ വ്യക്തമായിട്ടുള്ള ബുദ്ധി ഉണ്ടായിരുന്നു. ഭാര്യ സാധനവും മക്കളും ഒക്കെ ആയിട്ട് ഭാര്യ രക്ഷപ്പെട്ടു. ദൈവം പറഞ്ഞു, നിങ്ങൾക്കൊന്നും ദൈവത്തിന് വിശ്വാസമില്ല, ദൈവം വന്ന് രക്ഷിക്കേനെ എന്ന്. അപ്പോൾ ഒരു ആളുകളെയൊക്കെ കൊണ്ടുപോയി ബാക്കി കുറച്ച് ആളുകളുണ്ട്. അവരെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരാൾ പറഞ്ഞു, നോക്കൂ, വെള്ളം കൂടിക്കൂടി വരികയാണേ, ഇനി രക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കയറിക്കോളൂന്ന്. ഇല്ല, എന്നാരും രക്ഷിക്കും? ഭഗവാൻ രക്ഷിക്കും. അവിടെ ഇരുന്നു. അവസാനത്തെ തോണിയും പോയി. അയാൾ പോയില്ല. അയാൾ പറഞ്ഞു, എന്നെ ദൈവം രക്ഷിക്കും. അങ്ങനെ ഇരിക്കെ വീടിൻ്റെ 1ാമത്തെ നിലയിൽ വെള്ളം കയറി. 2 നിലയുള്ളൂ. 2ാമത്തെ നിലയിലേക്ക് വെള്ളം വരുമ്പോൾ ഇയാൾ ഉറക്ക വിളിക്കേണ്ട, ഓടൊക്കെ എടുത്തിട്ടാണ് വിളിക്കുന്നത്. കാരണം ഇനി ദൈവം കേൾക്കാണ്ടിരിക്കണ്ട, ഓടൊക്കെ മാറ്റിയിട്ടാ ഉറക്ക വിളിക്കണ, ഹരഹര മഹാദേവ ശിവശിവ മഹാദേവ. അവർ കാക്ക കാ കാ കാന്ന് പറഞ്ഞ് വരുന്നു.
അപ്പോഴേക്കൊരു വലിയ വൃക്ഷം കടപുഴകി വീണു. കാക്ക അതിൻ്റെ മുകളിൽ കയറിയിരുന്നു. അപ്പോൾ കാക്കയാളെ നോക്കിക്കൊണ്ട് കാ കാ ഇതിൻ്റെ മുകളിലെങ്കിൽ കയറി കൂടറാന്ന്. പോയില്ലേ അയാൾ. അവസാനം വെള്ളത്തിൽ മുങ്ങി 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 ചത്തു. എന്നിട്ട് ഇയാൾ നരകത്തിലെ യാതൊക്കെ അങ്ങനെയുള്ള കഥ പറയുക. സ്വർഗത്തിൽ വെച്ചിട്ട് കണ്ടു അത്ര. ദേവന്മാരൊക്കെ സ്വർഗത്തിലാണല്ലോ, കഥ പറയുമ്പോൾ അങ്ങനെയാണല്ലോ. അവിടെ വെച്ച് ശിവനെ കണ്ടു. ശിവനെ കണ്ടപ്പോഴേ 2 കൊടുക്കാൻ തോന്നി. വിളിച്ചിട്ടും വന്നില്ലേ, നിങ്ങളൊക്കെ എന്ത് ഭക്തിയെ പിന്നെ ഞങ്ങളോട് പറയണത്. ശിവൻ ചെന്നിട്ട് ചെകിടത്തെ അങ്ങോട്ട് കൊടുത്തു. പൊട്ട വെറുതെ അലറി വിളിക്കുകയല്ല, നിന്നെ രക്ഷിക്കാൻ ഞാൻ ആദ്യം ഒരു തോണി കൊടുത്തയച്ചു. അപ്പം നീ പറഞ്ഞു ഞാൻ വരുന്നില്ല. ഭാര്യയിലൂടെ നിന്നെ വിളിപ്പിച്ചു, നീ പോയില്ല. 3ാമതൊരു കാക്കയിലൂടെ ഞാൻ വന്ന് വിളിച്ചിട്ട് നീ വന്നില്ല പറഞ്ഞാൽ അപ്പോഴയാൾക്ക് മനസ്സിലായി ഇതാണല്ലോ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന്. പലപ്പോഴും നമ്മളത് മനസ്സിലാക്കണില്ല. ദൈവം ഏതൊക്കെ വിധത്തിലാണ് വരുന്നത്, നമ്മൾ അനുഗ്രഹിക്കുന്നത് എന്നുള്ളത്. ഏതൊക്കെ വിധത്തിൽ ഭഗവാൻ വഴിയായിട്ട് ഈ തീരാൻ പറ്റുന്നത്. ഇവിടെ വിതുരൻ്റെ മുന്നിൽ ഉദ്ധവരായിട്ട് ഭഗവാൻ പ്രകടമായി. ഉദ്ധവർക്ക് മനസ്സിലായി ഭഗവാൻ എത്ര കാരുണ്യമാണ്. ധ്യായൻ കഥേ ഭാഗവതേ രുരോധ പ്രേമവിക്വല. ആ ഭഗവാനോടുള്ള പ്രേമം തൻ്റെ കണ്ണിൽ നിന്ന് ധാരധാരയിട്ട് ഒഴുകി. ഭഗവാൻ എത്ര കാരുണ്യമാണ് എന്നോട് കാണിച്ചിരിക്കുന്നത്. അന്ന് അവിടെ താമസിച്ച് പിറ്റേ ദിവസം വിതുരർ അവിടെ നിന്നും പുറപ്പെട്ടു. എവിടേക്ക്? മൈത്രേയ മഹർഷിയുടെ ആശ്രമത്തിലേക്ക്. എവിടെയാണത്? ഹരിദ്വാറിലാണ് മൈത്രേയ മഹർഷിയുടെ ആശ്രമം, ഗംഗയുടെ തീരത്ത്. കാളിന്ത്യ കദ്വിസിദ്ധ അഹോബി ഭരതർഷഭ പ്രാപദ്യത സരിതം എത്ര മിത്രാസുതോ മുനി. എത്ര മിത്രാസുതോ മുനി. എവിടെയാണ് ആ മുനി തപസ് ചെയ്യുന്നത്? അവിടേക്ക്. എവിടെയാണത്? ഗംഗയുടെ തീരത്ത്. എന്ന് വെച്ചാൽ ഗംഗാതീരം എന്ന് പറഞ്ഞാൽ ഹരിദ്വാർ, ആ ഭാഗങ്ങളെയാണ് ഗംഗാതീരം എന്ന് പറയുക. അവിടേക്ക് അവിടെ നിന്ന് പോവുകയാണ് വിതുരർ. എന്നിട്ട് അവിടെ ചെന്നിട്ട് വിതുരർ ചോദിക്കുന്ന ഒരു മനോഹരമായ ചോദ്യത്തിലൂടെയാണ് വിതുര മൈത്രേയ സംവാദം തുടങ്ങുന്നത്. അത് വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ സൂക്ഷ്മത അതാണ്. ആളുകൾ സുഖത്തിന് വേണ്ടി ജീവിക്കുന്നു, പക്ഷെ അവർക്ക് സുഖത്തേക്കാൾ കൂടുതൽ ദുഃഖം കിട്ടുന്നു. അതെന്തുകൊണ്ടാണ് സുഖം കുറയുന്നതും ദുഃഖം കൂടുന്നതും? ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നൊരു ചോദ്യത്തോടു കൂടിയിട്ട് വിതുര മൈത്രേയ സംവാദം